ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും തുരങ്കം വെച്ച് വലിയ രീതിയിലുള്ള അധീശത്വം സ്ഥാപിക്കാനായി ഇസ്രായേലിന്റെ ഒരു വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസ അടക്കം ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇസ്രായേലിന്റെ വിശാല ഇസ്രായേൽ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മുന്നേറ്റത്തിലേക്ക് പോകാൻ കഴിയുന്ന ഈ വമ്പൻ പദ്ധതി ഒരു കനാലിന്റെ പദ്ധതിയാണ്. അതായത് സൂയിസ് കനാലിന് തുരങ്കം വയ്ക്കാൻ ഒരു ബദൽ നിർമ്മിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു വലിയ ഒരു പദ്ധതി തന്നെയാണ്. കാരണം സൂയിസ് കനാലാണ് ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം സഹായകരമായിട്ടുള്ള കനാൽ എന്ന് പറയുന്നത്. ഈ സൂയിസ് കനാൽ നിർമ്മിക്കുന്നതിന് മുൻപ് വലിയ രീതിയിൽ ട്രേഡിംഗ് കപ്പലുകൾ അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾ ആഫ്രിക്ക ചുറ്റി വളഞ്ഞു പോകേണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സൂയിസ് കനാൽ യഥാർത്ഥത്തിൽ ഈജിപ്തിനും സ്പെയിനും ഇടയ്ക്ക് ഉള്ള ഒരു കനാലാണ്. ആ ഒരു കനാൽ അവിടെ നിർമ്മിക്കപ്പെട്ടപ്പോൾ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ കൂടെ ഒരു ചരക്ക് കപ്പലിന് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സൂയിസ് കനാലിന് ബദലായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഒരു കനാൽ നിർമ്മിക്കാൻ പോവുകയാണ്. ആ കനാലിന്റെ പേര് ബെൻ ഗൂറിയോൺ കനാൽ എന്നാണ്. ഈ കനാല് സൂയിസ് കനാലിന് പകരം മെഡിറ്ററേനിയൻ കടലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്തിനാണ് ഇനി ഇസ്രായേൽ ഈ കനാൽ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അതൊരു ചോദ്യം തന്നെയാണ്. 15 മാസമാണ് ഇസ്രായേൽ ഗാസയും പാലസ്തീനുമായി യുദ്ധം ചെയ്തത്. അതിനിടയിൽ ഗാസ സ്ട്രിപ്പ് മുഴുവൻ ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. പക്ഷേ ഇസ്രായേലാണ് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം മാത്രമല്ല, മറിച്ച് അമേരിക്കയും അവരുടെ എതിരാളികളും തമ്മിലുള്ള ഒരു യുദ്ധം കൂടെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലായിരിക്കണം. പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള, അമേരിക്കയും ചൈനയും കൂടെയുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആഗോള ഭൗമ സാമ്പത്തിക യുദ്ധമായും നമുക്ക് ഈ ഇസ്രായേലിനെയും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധത്തെ നമുക്ക് കണക്കാക്കാം. അതെങ്ങനെയെന്നല്ലേ അതുവഴിയെ ഞാൻ പറഞ്ഞു തരാം. അതായത് അമേരിക്കയുടെ സഹായത്താൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു കനാലാണ് ഇപ്പോൾ ഇസ്രായേൽ നിർമ്മിക്കാൻ തുടങ്ങുന്നത്. ഈ കനാല് ഇസ്രായേലിന് നിർമ്മിക്കണമെങ്കിൽ ഗാസ സ്ട്രിപ്പ് ഇസ്രായേൽ പിടിച്ചെടുക്കണം. കാരണം ഈ കനാല് ഗാസ സ്ട്രിപ്പിനകത്തൂടെയാണ് കടന്നു പോകുന്നത്. ആ മാപ്പിൽ ഗാസ സ്ട്രിപ്പ് കൂടെ ഉണ്ട്. ഇനി ഈ കനാല് ഇസ്രായേൽ നിർമ്മിച്ചാൽ അമേരിക്കയ്ക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഇത് വലിയ തുരങ്കം വയ്ക്കും എന്നുള്ളതാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് സുപ്രധാനമായിട്ടുള്ള ഒരു പാതയാണ് സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ആ സൂയിസ് കനാലിനെ തകർത്ത് ഇങ്ങനെ ഒരു കനാൽ വരുമ്പോൾ അമേരിക്ക അടക്കം ഒരു ബഡ്ജറ്റ് ഇറക്കും എന്നാണ് പറയുന്നത്. കാരണം ഇസ്രായേലിന് ഇത് ഒറ്റയ്ക്ക് തീർപ്പാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല. ബഡ്ജറ്റ് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് US വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ചൈന വലിയ രീതിയിൽ വളരും എന്ന് US കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ US വളരെ പ്ലാൻ ചെയ്ത് ഇസ്രായേലും ഗാസയുമായിട്ടുള്ള യുദ്ധം ഉണ്ടാക്കി ഗാസ സ്ട്രിപ്പ് പിടിച്ചെടുത്ത് ആ ഗാസ സ്ട്രിപ്പിനകത്തൂടെ ഒരു വഴിയുണ്ടാക്കി ഇപ്പോൾ ഈ ഒരു കനാൽ ബെൻ ഗൂറിയോൺ കനാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി 1963 ഈ ബെൻ ഗൂറിയോൺ കനാലിന്റെ ആശയം വന്നത്. എങ്ങനെയാണ് ഈ കനാൽ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കനാൽ പോകുന്നത്, ഈ കനാലിന് അപ്പുറം സൗദി അറേബ്യയാണ്, ഈ കനാലിന് ഇപ്പുറം ഈജിപ്റ്റാണ്. രണ്ട് രാജ്യങ്ങളാണ് ഈ കനാലിന് അപ്പുറവും ഇപ്പുറവും ഉള്ളത്. ഇതിന്റെ നടുക്ക് സൂയിസ് കനാലുണ്ട്. ആ സൂയിസ് കനാലിന്റെ തൊട്ട് അടുത്താണ് ഈ കനാലും വരാൻ പോകുന്നത്. അതായത് 300 കിലോമീറ്റർ കൃത്രിമ ജലപാത, നെഗേവ് മരുഭൂമി എന്ന് പറഞ്ഞൊരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയിലൂടെ 300 കിലോമീറ്റർ ഒരു കൃത്രിമ ജലപാത പോകുന്നുണ്ട്. മെഡിറ്ററേനിയൻ സീയെ അക്കാബ ഉൾക്കടലും ചെങ്കടലുമായി അത് ബന്ധിപ്പിക്കുന്നു. ഈ കനാലിന്റെ റൂട്ട് മാപ്പിൽ ഗാസ സ്ട്രിപ്പും ഉൾപ്പെടുന്നു. ഈ അക്കാബ എന്ന് പറയുന്നത് നമ്മൾ മാപ്പിൽ നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും. ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയൊരു നാരോ സ്ട്രിപ്പാണ്. ആ അക്കാബയിൽ നിന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ കനാലിന്റെ നിർമ്മാണം തുടങ്ങാനായി പദ്ധതിയിടുന്നത്. ഇനി ഈ കനാലിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കനാലാണ് ഇസ്രായേൽ ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. സൂയിസ് കനാലിന് ഒരു സമയം ഒരു കപ്പലിനെ മാത്രമേ ഉൾക്കൊള്ളാനായി സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ കനാലിന് ഒരേ സമയം പല കപ്പലുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതായത് 2 കപ്പലുകളെ അടക്കം ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സൂയിസ് കനാലിൽ തിരക്ക് കുറയും. അതായത് സൂയിസ് കനാലിൽ എപ്പോഴും തിരക്കാണ്. ആ തിരക്കുള്ളത് കൊണ്ട് തന്നെ പല കപ്പലുകളും അതിനകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പല കപ്പലുകൾക്കും ചരക്ക് അതാത് സമയത്ത് എത്തിക്കാനുള്ള ധൃതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പല കപ്പലുകളും അതിനകത്ത് കുടുങ്ങിപ്പോകുന്ന പല പല കഥകളും ഉണ്ടായിട്ടുണ്ട്. പല പല നഷ്ടങ്ങളും ആ സൂയിസ് കനാലിൽ കപ്പൽ കുടുങ്ങി ഉണ്ടായതായുള്ള വാർത്തകളുണ്ട്. അത് ഒഴിവായി കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വൻ ബഡ്ജറ്റാണ്. ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇത് താങ്ങില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കം സഹായിക്കണം. ഇതിനു വേണ്ടി അമേരിക്ക സഹായിക്കുമെന്നാണ് കരുതുന്നത്. കാരണം അവർക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ളതുകൊണ്ട്. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഹൂത്തി വിമതരടക്കമുള്ള വിമത സേനയാണ്. ഈ കടലിൻ്റെ ഈ കനാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഹൂതി വിമതരുടെ താവളമായിരിക്കും. അവർക്ക് ഈസിയായി വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച്
കടലിൽ ആ കനാലിലൂടെ കയറുന്ന കപ്പലുകളെ അടക്കം ഉന്നം വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇനി ഈ കനാലിൻ്റെ നേട്ടം എന്ന് പറയുന്നത് സൂയിസ് കനാലിൻ്റെ വരുമാനം ഗണ്യമായി കുറയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ BRI പദ്ധതി, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് ഇത് തുരങ്കം വയ്ക്കും. അത് അമേരിക്കയ്ക്ക് വലിയ നേട്ടമാകും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു വമ്പൻ ശക്തിയായി മിഡിൽ ഈസ്റ്റിൽ വളർന്നു കയറും എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളുടെയും പിന്തുണയില്ലാതെ ഇസ്രായേൽ ഈ കനാല് കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ഒരു വമ്പൻ ശക്തിയായി മിഡിൽ ഈസ്റ്റിൽ വളർന്നു കയറും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.